കൊല്ലം പറവൂർ പുറ്റിങ്ങൽ വെടിക്കെട്ട് കേസ് പരിഗണിക്കുന്നത് അടുത്ത മാസം 24-ലേക്ക് മാറ്റി. വിചാരണയ്ക്കായി കേസ് പ്രത്യേക കോടതിയിലേക്ക് മാറ്റുന്നതിന് മുന്നോടിയായി കൊല്ലം സെഷൻസ് കോടതിയാണ് ഇന്ന് കേസ് പരിഗണിച്ചത്. അരുൺരാജ് കൊല്ലത്ത് നിന്ന് ചേരുകയാണ്. അരുൺ, 110 പേരുടെ ജീവനെടുത്ത കേസിൽ 59 പ്രതികൾ ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എല്ലാ പ്രതികളും ഇന്ന് ഹാജരായിരുന്നു. ഏത് സാഹചര്യത്തിലാണ് കേസ് അടുത്ത മാസം 24-ലേക്ക് മാറ്റിയിരിക്കുന്നത്? പ്രവിധ മനുഷ്യനിർമ്മിതമായ ഏറ്റവും വലിയ ദുരന്തമെന്ന് സമൂഹം തന്നെ വിലയിരുത്തിയ കേസാണ് പരവൂർ പുറ്റിങ്ങലിലേത്. ഈ പരവൂർ പുറ്റിങ്ങൽ കേസിൽ 110 പേർക്കാണ് ജീവഹാനി സംഭവിച്ചത്. 652 പേർ ഇതിൽ അംഗഭംഗമെന്ന് ഇപ്പോഴും ജീവിക്കുന്ന സാഹചര്യം അടക്കമുണ്ട്. ഈ കേസ് 6 വർഷത്തിന് ശേഷമാണ് കോടതിക്ക് മുമ്പാകെ എത്തുന്നത്. കോടതിക്ക് മുമ്പാകെ ഇന്ന് എത്തുമ്പോൾ വിചാരണ നടപടികളിലേക്ക് കടക്കുന്നതിന് മുമ്പ് കൊല്ലം ജില്ലാ സെഷൻസ് കോടതിയാണ് ഈ കേസ് പരിഗണിച്ചത്. ഈ കേസിലെ 51 പ്രതികൾ, ജീവിച്ചിരിക്കുന്നത് 51 പ്രതികളാണ്. ഈ കേസിൽ ആകെ 59 പ്രതികളിൽ 8 പേർ മരിച്ചുപോയിരുന്നു. 10,000 പേജുള്ള കുറ്റപത്രത്തിൽ 51 പ്രതികൾ മാത്രമാണ് നിലവിൽ ജീവിച്ചിരിക്കുന്നത്. ഈ പ്രതികൾ ഇന്ന് കോടതിയിൽ ഹാജരാവുകയും ഈ കേസുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളിലേക്ക് കടക്കണമെന്നായിരുന്നു കോടതിയുടെ നിർദ്ദേശം. ഈ 51 പ്രതികളിൽ 45 പേരാണ് ഇന്ന് കോടതിയിൽ നേരിട്ട് ഹാജരായത്. ബാക്കിയുള്ളവർ അവധിക്ക് അപേക്ഷ കൂടിയാണ് നൽകിയിരിക്കുന്നത്. കേസ് അടുത്ത മാസം 24-ലേക്ക് ഇപ്പോൾ മാറ്റിയിരിക്കുകയാണ്. പ്രധാനമായും കോടതി ഇക്കാര്യത്തിൽ നിരീക്ഷിച്ചത് വിചാരണ കോടതിക്ക് മുമ്പാകെ ഈ കേസ് എത്തുമ്പോൾ കേസുമായി ബന്ധപ്പെട്ട ട്രയൽ, അത് വിചാരണ അടക്കമുള്ള കാര്യങ്ങൾ എങ്ങനെ വേണം എന്ന കാര്യങ്ങൾക്ക് ഒരു മാർഗനിർദ്ദേശം അടക്കമുള്ള കാര്യങ്ങളാണ് ഇനി ഉണ്ടാവുക. ഹൈക്കോടതിയാണ് വിചാരണ കോടതി ജഡ്ജി ആര് എന്നടക്കമുള്ള കാര്യങ്ങളിൽ തീരുമാനമെടുക്കുക. എന്തായാലും ഇന്ന് 45 പ്രതികൾ നേരിട്ട് കോടതിയിൽ ഹാജരായി കേസുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളിലേക്ക് കടന്നിട്ടുണ്ട്. ശരി, അരുൺ രാജാണ് വിവരങ്ങൾ നൽകിയത്.